നമസ്കാരം. ഏതാണ്ട് ഒരാഴ്ചയിലേറെ നീണ്ട അക്രമത്തിനും കലാപത്തിനും ബ്രിട്ടനിൽ അറുതി വന്നിരിക്കുന്നു. എല്ലാവരും സമാധാനത്തോടെ ശാന്തതയോടെ ജോലിക്ക് പോയി തുടങ്ങിയിരിക്കുന്നു. അക്രമത്തിന് നേതൃത്വം കൊടുത്ത ഏതാണ്ട് 500-ലധികം പേർ ജയിലിലാണ്. 2000-ഓളം ആളുകൾ ജയിലിലാകപ്പെടും. അവരുടെയൊക്കെ വിചാരണ അതിവേഗം നടക്കുന്നു. 3 മാസം മുതൽ 2 വർഷം വരെയാണ് പലരും തടവിലാകുന്നത്. 12 വയസ്സുള്ള കുട്ടികൾ പോലും ഇങ്ങനെ തടവിലാക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ആ എപ്പിസോഡിന് നമുക്ക് വിരാമമിടാം. ഇനി പക്ഷെ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് മറ്റു ചില കാര്യങ്ങളാണ്. പാശ്ചാത്യ ലോകത്തേക്ക് കുടിയേറുന്ന മലയാളികൾ, പ്രത്യേകിച്ച് ബ്രിട്ടനിലെ മലയാളികൾ ജാഗ്രത പുലർത്തേണ്ട ചില ഏരിയകളുണ്ട്. മലയാളികളുടെ എണ്ണം പെരുകിയതോടെ മലയാളി അസോസിയേഷനുകളും എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും ആരാധനാലയങ്ങളും ഉണ്ടായതോടെ മലയാളികൾ സ്വന്തം സംസ്കാരം അവിടെ കെട്ടിപ്പടുക്കുകയും ആ സംസ്കാരത്തിൽ മതിമറന്ന് ആറാടുകയും ചെയ്യുന്നു. എവിടെ പോയാലും അവനവൻ്റെ സംസ്കാരം സൂക്ഷിക്കുന്നത് നല്ലത് തന്നെയാണ്. അവനവൻ്റെ പള്ളിയിൽ പോവുക, അവനവൻ്റെ അമ്പലത്തിൽ പോവുക, അവനവൻ്റെ മോസ്കിൽ പോവുക, അവനവൻ്റെ കുട്ടികളെ മലയാളം പഠിപ്പിക്കുക, അവനവൻ്റെ ഉത്സവങ്ങൾ, ഓണമാണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും ആഘോഷിക്കുക, അതൊക്കെ നല്ലതാണ്. എന്നാൽ അത് കുടിയേറിയ രാജ്യത്തിൻ്റെ സംസ്കാരത്തിനും അവരുടെ പാരമ്പര്യത്തിനും എതിരാവരുതെന്ന് മാത്രം. ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, ഒരു കുഴപ്പവുമില്ല. മുണ്ടെടുത്തോ സാരി എടുത്തോ പോകാം, ഒരു കുഴപ്പവുമില്ല. കാരണം ബ്രിട്ടൻ വൈവിധ്യങ്ങളെ സ്നേഹിക്കുന്ന ഒരു രാജ്യമാണ്. നിങ്ങൾ മുണ്ടെടുത്തു പോയാൽ ആരും ഒരു കുറ്റവും പറയില്ല. എന്നാൽ അവരുടെ സ്വകാര്യതയിലേക്ക്, അവരുടെ ശ്രദ്ധേയമായ പാരമ്പര്യത്തിലേക്ക് കടന്നു കയറിയാൽ, അവരുടെ നിയമങ്ങളും ശീലങ്ങളും പാരമ്പര്യങ്ങളും ഭേദിക്കാൻ ശ്രമിച്ചാൽ എന്തെങ്കിലും തിരിച്ചടി ഉണ്ടാവും എന്ന് തിരിച്ചറിയണം. മലയാളികളുടെ എണ്ണം പെരുകിയതോടെ ബ്രിട്ടനിൽ നടക്കുന്നത് പലപ്പോഴും പേക്കൂത്തുകളാണ്. ഇത് നമ്മുടെ രാജ്യമല്ല, നമ്മുടെ മൗലികാവകാശം അവിടെ ഇല്ല എന്ന് തിരിച്ചറിഞ്ഞ് വഴിയെ നടക്കുമ്പോൾ മുതൽ നമ്മൾ കാട്ടേണ്ട ചില മര്യാദകളുണ്ട്. എന്തിനേറെ വീട്ടിൽ പോലും ശബ്ദമുണ്ടാക്കുമ്പോൾ മിതത്വം പാലിക്കണം. നമ്മുടെ വീടല്ലേ ഞാൻ ശബ്ദമുണ്ടാക്കും എന്ന് കേരളത്തിലോ ഇന്ത്യയിലോ പറയാം. ബ്രിട്ടനിലോ പാശ്ചാത്യ രാജ്യങ്ങളിലോ നമ്മുടെ വീട്ടിലെ ശബ്ദം അയൽപക്കത്തെ വീട്ടിൽ ശല്യമായി മാറിയാൽ പോലീസിന് ഇടപെടാം. പ്രത്യേകിച്ച് വീടുകൾ പലപ്പോഴും വേർതിരിക്കുന്നത് ഒരു ഭിത്തിയിലാണ് എന്നോർക്കണം. അതുകൊണ്ട് തന്നെ ഇവിടെ കിടന്ന് തുള്ളിച്ചാടിയാൽ ആ ശബ്ദം അടുത്ത വീട്ടിൽ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് കിടന്നുറങ്ങുന്നവൻ്റെ ഉറക്കം കെടുത്തിയെന്ന് വരാം. അല്ലെങ്കിൽ രാവിലെ 4 മണിക്ക് എണീറ്റ് ഡ്യൂട്ടിക്ക് പോകുന്നവൻ വൈകുന്നേരം 10 മണിക്ക് ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇവിടെ 11 മണിക്ക് ബഹളം വെച്ചാൽ പ്രശ്നമുണ്ടാകും. മലയാളികളിൽ പലരും അത് തിരിച്ചറിയുന്നില്ല. ദയവായി ഇനിയെങ്കിലും കുറച്ചുകൂടി മിതത്വവും മര്യാദയും കാട്ടുക. നമ്മുടെ സംസ്കാരം തള്ളിക്കളയണമെന്നല്ല, നമ്മുടെ പാരമ്പര്യത്തെ മുറുകെ പിടിക്കരുതെന്നല്ല. എന്നാൽ അവൻ്റെ സ്വാതന്ത്ര്യത്തിലേക്കും അവൻ്റെ സംസ്കാരത്തിലേക്കും കടന്നു കയറുമ്പോൾ അതിനെ പരിഹസിക്കുന്നത് പോലെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അവന് സഹിച്ചെന്ന് വരില്ല. ഇന്ത്യ 2020 ക്രിക്കറ്റ് നേടിയപ്പോൾ ബ്രിട്ടനിലെ പല തെരുവുകളിലും ഇന്ത്യക്കാർ കീഴടക്കി. അവർ പൊതുഗതാഗതത്തിന് പോലും തടസ്സമുണ്ടാക്കി. പ്രേക്ഷകർ കാണുന്നത് അത്തരം ചില വീഡിയോ ദൃശ്യങ്ങളാണ്. ഏതാണ്ട് 1.5 മണിക്കൂറാണ് അവിടെ ഗതാഗതം തടസ്സപ്പെട്ടത്. ഇതവർ ചിരിച്ചുകൊണ്ടായിരിക്കാം നേരിട്ടത്, പക്ഷേ അവർക്കത് അംഗീകരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അവരുടെ മനസ്സിൽ വേദനയും മുറിവും ഉണ്ടാകും. കാരണം പൊതുഗതാഗതം തടസ്സപ്പെടുത്തുന്ന ഒന്നും ബ്രിട്ടീഷുകാർ ചെയ്യാറില്ല. അത് നിയമലംഘനമായി കണക്കാക്കപ്പെടുന്നു. അവർ നമ്മുടേതുപോലെ തെരുവിലിറങ്ങി ബസ്സും ട്രെയിനും തടയുകയോ ഹർത്താൽ നടത്തുകയോ ചെയ്ത് ശീലിച്ചവരല്ല. അങ്ങനെ ശീലിച്ച് നമുക്ക് ഇങ്ങനെ ചെയ്തെന്ന് വരാം. കഴിഞ്ഞ 5 വർഷം ആയിരക്കണക്കിന് മലയാളികളാണ് UK-യിലേക്ക് എത്തിയത്. യോഗ്യതയൊന്നും ഇല്ലാത്തവർ പോലും അവിടെ എത്തി. നേരത്തെ നേഴ്സുമാരും ഡോക്ടർമാരും IT-ക്കാരും എഞ്ചിനീയർമാരും ഒക്കെയാണ് അവിടെ എത്തിയതെങ്കിൽ ഇപ്പോൾ ആർക്കും അവിടെ കയറി വരാവുന്ന സാഹചര്യമുണ്ടായി. സ്റ്റുഡൻറ് വിസയിൽ വരിക, വർക്ക് പെർമിറ്റിലേക്ക് മാറുക എന്നത് കഴിഞ്ഞ 4-5 വർഷത്തെ പ്രതിഭാസമാണ്. നമ്മുടെ നാട്ടിലെ പല ആളുകളും അവിടെ എത്തുകയും അവർ ഇതുവരെയുള്ള മൂല്യബോധം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇടപെടുകയും ചെയ്തു. ഗൗരവത്തോടുകൂടി കാണേണ്ടതാണ് ഈ സമീപനം. അല്ലെങ്കിൽ നാളെ മറ്റൊരു പൊട്ടിത്തെറി ഉണ്ടാവുകയും അതിൽ ഇര നമ്മളിൽ ഒരാളായി മാറുകയും ചെയ്യാം. ഇതുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു കുറിപ്പ് കൂടി വായിച്ചു കേൾപ്പിക്കാം. UK-യിൽ ഇനി നടക്കാൻ പോകുന്ന കാര്യം പുറത്തിറങ്ങിയാൽ അടി കിട്ടാണ്ട് തിരിച്ചു വന്നാൽ ഭാഗ്യം എന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. അതിലൊരു പരിധിയിൽ കൂടുതൽ കാരണക്കാർ പുതിയതായി ഇങ്ങോട്ട് വന്ന ഏഷ്യൻസും അഭയാർത്ഥികളും തന്നെ. അതിൻ്റെയാണ് ഇപ്പോൾ ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഇര ഇനി ആരെ എന്ന ചോദ്യത്തിന് ഒറ്റ ആൻസറേ ഉള്ളൂ. അത് നമ്മൾ സൗത്ത് ഇന്ത്യൻസും നോർത്ത് ഇന്ത്യൻസും. കഴിഞ്ഞ മാസം ലോകകപ്പിൽ ഇന്ത്യ ജയിച്ചപ്പോൾ ഇവിടെ UK-യിൽ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യക്കാർ എന്തൊക്കെയോ കാട്ടായങ്ങളാണ് കാണിച്ചത്. വേറെ ഏത് രാജ്യത്താണെങ്കിലും പിടിച്ച് അടി പൊട്ടിച്ചു വിട്ടേനെ. മുണ്ടെടുത്തും നടുറോഡിൽ ഡാൻസ് കളിച്ചും ഹൈവേയിൽ തുള്ളിയും മലയാളത്തിൽ ഉറക്ക സംസാരിച്ചും കളിയാക്കി ചിരിച്ചും കമന്റ് പറഞ്ഞു നടക്കുന്നത് ശരിയല്ല എന്ന് പല പ്ലാറ്റ്ഫോമിലും പറഞ്ഞപ്പോൾ നിനക്ക് അമ്മാവൻ സിൻഡ്രോമാണ് എന്ന് പറഞ്ഞ് വിമർശിച്ചവർ ഏറെയാണ്. മീഡിയയിൽ തരംഗമായ ഒരു വീഡിയോയാണ് സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് സാധനങ്ങൾ വാങ്ങി കൂടിന് പകരം മടക്കി കുത്തിയുള്ള മുണ്ടിനുള്ളിലാക്കി മാസ് BGM ഇട്ട് മലയാളി പൊളിയല്ലേ എന്ന് പറഞ്ഞ് നടന്നു വരുന്ന യുവാവ്. കയ്യിലെ മുത്തമ്മ കാലകത്തി വെച്ചപ്പോൾ കരി പിടിച്ച തത്തമ്മ എന്ന BGM-ൽ ബ്ലൗസ് ഉടുത്ത് നടുറോഡിൽ യാത്രക്കാരുടെ യാത്ര തടസ്സപ്പെടുത്തിക്കൊണ്ട് തുള്ളുന്ന യുവതികൾ തുടങ്ങിയ നിരവധി വീഡിയോകൾ കാണാത്തവർ കുറവായിരിക്കും. മറ്റൊരു രാജ്യത്ത് വന്നാൽ
അതിൻ്റെ രീതികളോട് ഇണങ്ങി ജീവിക്കുക അല്ലാതെ നാട്ടിലെ രീതിയിൽ ഞങ്ങൾ കേരളത്തിലെ പോലെയാണ് ജീവിക്കുന്നത് എന്ന് കാണിക്കാൻ ഓരോരോ കോപ്രായങ്ങൾ കാണിച്ചാൽ ഇതുപോലെ ഇരിക്കും. ഒരുപക്ഷെ നിരപരാധികളാകും ഇതിലിരയാകുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, ഇന്ത്യക്കാരായ അന്യസംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ നാട്ടിൽ വന്ന് ഓരോ കോപ്രായങ്ങൾ കാണിച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടുമോ? അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കോപ്രായങ്ങൾ എത്രയെത്ര അവർ കണ്ടില്ലെന്ന് നടിക്കുന്നു. നിങ്ങൾ കൂട്ടമായി ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിൽ സഞ്ചരിക്കുകയാണ് എന്ന് കരുതുക. ബസ്സിലിരുന്ന് ഉച്ചത്തിൽ മലയാളത്തിൽ വളവള സംസാരിക്കുമ്പോൾ മിണ്ടാതിരുന്ന് കാഴ്ചകൾ കണ്ടുപോകുന്ന ഒരു തദ്ദേശീയന് സ്വാഭാവികമായും ദേഷ്യം വരും. അതിൽ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടേതായ രീതിയിൽ നിശബ്ദമായി വണ്ടിയിലിരുന്ന് യാത്ര ചെയ്യുക എന്നതാണ് നമ്മൾ ശീലിക്കേണ്ടത്. അവനവൻ്റെ നാട്ടിലെ വസ്ത്രധാരണങ്ങളും നടുറോഡിൽ വരെ ചെയ്യുന്ന പ്രാർത്ഥനകളും അടക്കം അരോചകമാണ്. തദ്ദേശീയർക്കിടയിൽ വെറുപ്പുണ്ടാക്കുന്നതിൽ ചില മതങ്ങളുടെ രീതികൾക്കുള്ള പങ്കും ചെറുതല്ല. ചിലരുടെ വസ്ത്രധാരണ രീതികളും മതവസ്ത്രങ്ങളും അടക്കം തദ്ദേശീയരിൽ അരാജകത്വം ഉണ്ടാക്കുന്നു. ഇംഗ്ലീഷ് രീതികളും ഇംഗ്ലീഷ് സംസ്കാരവും UK കാണാനില്ലല്ലോ എന്ന് ഒരു ശരാശരി മലയാളിയെ നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ എത്രയോ ഇരട്ടിയായിരിക്കും ഈ നാടിൻ്റെ അവകാശികൾ ചിന്തിക്കുന്നുണ്ടാവുക. ഞാൻ മറ്റൊരു രാജ്യത്താണ്. ആ രാജ്യത്തിൻ്റെ സംസ്കാരത്തെയും മൂല്യങ്ങളെയും ബഹുമാനിക്കാനും അതനുസരിച്ച് ജീവിക്കാനും പറ്റാത്തവർ മറ്റൊരു രാജ്യത്തേക്ക് കുടിയേറി പാർക്കേണ്ടതില്ല. ഒരു വികസിത രാജ്യത്തെ രീതികളെ അവികസിത രാജ്യത്തെ പോലെ ആകുവാൻ ഏതെങ്കിലും തദ്ദേശീയർ സമ്മതിക്കുമോ? പെരുമ്പാവൂർ വഴി യാത്ര ചെയ്യുമ്പോൾ ശരാശരി മലയാളിക്ക് തോന്നുന്ന പുച്ഛവും അറപ്പും ദേഷ്യവും എങ്ങനെയാണോ അതുപോലൊക്കെ തന്നെയാണ് UK പല ഭാഗത്തും സഞ്ചരിക്കുമ്പോൾ ഒരു ശരാശരി ഇംഗ്ലീഷുകാരന് തോന്നുന്നത്. നമ്മളായിട്ട് പ്രകോപനം ഉണ്ടാക്കിയിട്ട് ഇതുപോലുള്ള അക്രമങ്ങൾക്ക് നേരിട്ടിട്ട് ന്യായമില്ല. മറിച്ച് നമ്മളായിരിക്കുന്ന രാജ്യത്തിൻ്റെ സംസ്കാരത്തെയും പൈതൃകത്തെയും അതിൻ്റെ വൈവിധ്യത്തെയും ബഹുമാനിക്കുകയും കരുതുകയും ചെയ്ത ശേഷം ഇത്തരത്തിൽ വംശീയ അക്രമങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ ശബ്ദിക്കാൻ വേണ്ടി തദ്ദേശീയർ പോലും ഉണ്ടാവും. പക്ഷെ സ്വയം വരുത്തി വെച്ച് വിനയായിരിക്കും. നാട്ടിലെ പോലെ നടുറോഡിലൂടെ ചെണ്ടമേളവുമായി പോകുന്ന പ്രദക്ഷിണം, താലപ്പൊലി, നടുറോഡിലെ നിസ്കാരം, അങ്ങനെ അവയെല്ലാം ശരാശരി തദ്ദേശീയന് അരോചകം തന്നെയാണ്. ഹേ ബെഡീസ്, ദിസ് ഈസ് ഇൻ യുവർ ഇന്ത്യ. ഈ ചിന്ത ഉണ്ടായില്ലെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ കാത്തിരിക്കുന്നു. എനിക്ക് പോസ്റ്റിലെ മുഴുവൻ കാര്യങ്ങളോടും യോജിപ്പില്ല. നമ്മുടെ സംസ്കാരവും വസ്ത്രധാരണവും ഒക്കെ സംരക്ഷിക്കപ്പെടുക തന്നെ വേണം. എന്നാൽ അത് മറ്റുള്ളവർക്ക് അരോചകമാവരുത് എന്ന് മാത്രം.